സുപ്രഭാതം. ഒരു കുടുംബ വിരുന്ന് ചിന്തിച്ചു നോക്കൂ. ഞായറാഴ്ച ഉച്ച, വലിയ മേശ, ചോറിൻ്റെ മണം, ബന്ധുക്കളുടെ ശബ്ദം. ആദ്യം എല്ലാം വളരെ സന്തോഷകരം. പിന്നെ ആരോ ഒരു അഭിപ്രായം പറയുന്നു. മറ്റൊരാൾ ഉടൻ എതിർക്കുന്നു. ശബ്ദം അല്പം ഉയരുന്നു. സ്പൂൺ മേശയിൽ അല്പം ശക്തിയായി വീഴുന്നു. ആർക്കോ മുഖഭാവം മാറുന്നു. ഇനി ആരും ഭക്ഷണത്തെക്കുറിച്ച് സംസാരിക്കുന്നില്ല. എല്ലാവരും ആരാണ് ശരി എന്ന യുദ്ധത്തിലാണ്. ആ സമയത്ത് ഒരാൾ വളരെ ശാന്തമായി എഴുന്നേൽക്കുന്നു. അവൻ വാതിൽ ഉച്ചത്തിൽ അടച്ചു പോകുന്നില്ല. ആരെയും അപമാനിക്കുന്നില്ല. നിങ്ങളെ ഞാൻ കാണിച്ചു തരാം എന്ന് പറയുന്നില്ല. അവൻ ഇത്രമാത്രം പറയുന്നു: ഇപ്പോൾ സംസാരിച്ചാൽ നമുക്ക് ഒരുമിച്ച് കേൾക്കാൻ കഴിയില്ല. ഞാൻ അല്പം പുറത്തേക്ക് പോകാം. അവൻ നടക്കുന്നു. കോപത്തിലല്ല, സ്വയം നിയന്ത്രണത്തോടെ. ആ നിമിഷം ഞാൻ മനസ്സിലാക്കിയ ഒരു വലിയ പാഠമുണ്ട്. എല്ലാ മേശകളും മറച്ചിടേണ്ടതില്ല. ചില മേശകളിൽ നിന്ന് എഴുന്നേറ്റാൽ മതി. ജീവിതത്തിൽ നമ്മൾ രണ്ട് തരത്തിലുള്ള ആളുകളെ കാണും. ഒന്നാമത്തെ വിഭാഗം, അവർ കോപത്തോടെ പോകും. വാതിൽ ശക്തിയായി അടയ്ക്കും. കടുത്ത വാക്കുകൾ പറയും. പിന്നെ മണിക്കൂറുകളോളം അല്ലെങ്കിൽ വർഷങ്ങളോളം ആ സംഭവത്തെ മനസ്സിൽ വീണ്ടും വീണ്ടും അയവിറക്കും. രണ്ടാമത്തെ വിഭാഗം, അവർ ശാന്തമായി പോകും. ബന്ധം നശിപ്പിക്കാതെ, സ്വന്തം മാന്യത സംരക്ഷിച്ച്. ഇവിടെ ഒരു തെറ്റിദ്ധാരണയുണ്ട്. പലരും കരുതുന്നത് ശാന്തമായി പോകുന്നത് ദൗർബല്യമാണ് എന്നാണ്. അല്ല, കോപത്തോടെ പ്രതികരിക്കുന്നത് പലപ്പോഴും സ്വാഭാവികമാണ്. പക്ഷെ കോപമുള്ളപ്പോഴും അതിനെ നിയന്ത്രിച്ച് പുറത്തേക്ക് നടക്കുന്നത്, അതിന് പക്വത വേണം. ഒരു ചായക്കടയിൽ ഞാൻ ഒരിക്കൽ കണ്ട സംഭവം. രണ്ട് സുഹൃത്തുക്കൾ ബിസിനസ് കാര്യത്തിൽ വാദിക്കുകയായിരുന്നു. ഒരാൾ മറ്റേയാളെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ചു. ചുറ്റുമുള്ളവർ എല്ലാവരും അടുത്ത നിമിഷം വലിയ വഴക്കുണ്ടാകുമെന്ന് കരുതി. പക്ഷെ മറ്റേയാൾ ചായയുടെ പണം കൊടുത്തു, കപ്പ് മേശപ്പുറത്ത് വെച്ചു, ഒരു വാക്ക് മാത്രം പറഞ്ഞു: ഇപ്പോൾ ഞാൻ ജയിച്ചാലും നിങ്ങൾ ജയിച്ചാലും നമ്മൾ രണ്ടുപേരും തോൽക്കും. അവൻ പുറത്തേക്ക് നടന്നു. അന്ന് ഞാൻ കണ്ടത് ഒരു വാദത്തിൽ നിന്ന് പോയ മനുഷ്യനെ അല്ല, സ്വന്തം സമാധാനം സംരക്ഷിച്ച മനുഷ്യനെയാണ്. ചില മേശകൾ എന്തെല്ലാമാകാം: വിഷമുള്ള സംഭാഷണങ്ങൾ, ആവർത്തിച്ച് അപമാനിക്കുന്ന ബന്ധങ്ങൾ, കേൾക്കാൻ താൽപ്പര്യമില്ലാത്ത തർക്കങ്ങൾ, അഹങ്കാരത്തിൻ്റെ മത്സരങ്ങൾ, സോഷ്യൽ മീഡിയയിലെ അവസാനമില്ലാത്ത വാദങ്ങൾ, നമ്മളെ ചെറുതാക്കുന്ന കൂട്ടായ്മകൾ. എല്ലാ യുദ്ധങ്ങളിലും പങ്കെടുക്കേണ്ട ബാധ്യത നമുക്കില്ല. ഒരു പഴമൊഴിയുണ്ട്: മണ്ണിലിറങ്ങി പന്നിയുമായി പൊരുതിയാൽ അവസാനം രണ്ടുപേരും മലിനമാകും. പക്ഷേ പന്നിക്ക് അതിഷ്ടമായിരിക്കും. എത്ര ആഴമുള്ള സത്യം! ചില ആളുകൾ പരിഹാരം അന്വേഷിക്കുന്നില്ല, പ്രതികരണം അന്വേഷിക്കുകയാണ്. നിങ്ങൾ കോപത്തോടെ പ്രതികരിക്കുന്ന നിമിഷം അവർ നിങ്ങളെ അവരുടെ കളിയിലേക്ക് വലിച്ചിഴയ്ക്കും. അപ്പോൾ ചോദ്യം ഞാൻ ശരിയാണോ എന്നതല്ല. യഥാർത്ഥ ചോദ്യം, ഈ സംഭാഷണം എൻ്റെ മാന്യതയെ സംരക്ഷിക്കുന്നുണ്ടോ എന്നതാണ്. ഞാൻ പല വിജയകരമായ ആളുകളെയും ശ്രദ്ധിച്ചിട്ടുണ്ട്. അവർ എല്ലായ്പ്പോഴും കൂടുതൽ സംസാരിക്കുന്നവരല്ല. പലപ്പോഴും അവർ എപ്പോൾ മിണ്ടാതിരിക്കണം, എപ്പോൾ എഴുന്നേൽക്കണം എന്ന് അറിയുന്നവരാണ്. ഒരു ബോർഡ് മീറ്റിങ്ങിൽ ഒരു മുതിർന്ന ഉദ്യോഗസ്ഥൻ പറഞ്ഞത് ഞാൻ ഓർക്കുന്നു: കോപത്തിലെടുത്ത തീരുമാനങ്ങൾ പിന്നീട് വിശദീകരിക്കാൻ ജീവിതം ചെലവാകും. അതുകൊണ്ടാണ് പക്വതയ്ക്ക് ഒരു പ്രത്യേക ശബ്ദമില്ലാത്തത്. അത് പലപ്പോഴും വളരെ നിശബ്ദമാണ്. ഒരു സന്ദേശത്തിന് ഉടൻ മറുപടി നൽകാതിരിക്കുക, ഒരു അപമാനത്തിന് അതേ ഭാഷയിൽ തിരിച്ചടിക്കാതിരിക്കുക, ഒരു വാദം ജയിക്കുവാനുള്ള അവസരമുണ്ടായിട്ടും വിട്ടുകൊടുക്കുക. ഇതൊരു തോൽവിയല്ല, ഇത് തിരഞ്ഞെടുപ്പാണ്. പക്ഷെ ശ്രദ്ധിക്കണം, മേശ വിട്ടുപോകുക എന്നത് എല്ലായ്പ്പോഴും ബന്ധം അവസാനിപ്പിക്കുക എന്നർത്ഥമല്ല. ചിലപ്പോൾ അത് കുറച്ചു നേരം ഇടവേള എടുക്കുക എന്നതാണ്. കാരണം കോപത്തിൻ്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താണെന്നറിയാമോ? അത് നമ്മുടെ നാവിനെ നമ്മുടെ ബുദ്ധിയേക്കാൾ വേഗത്തിൽ പ്രവർത്തിപ്പിക്കും. കോപത്തിൽ പറഞ്ഞ ഒരു വാക്ക് വർഷങ്ങളായുള്ള വിശ്വാസത്തെ തകർക്കാം. അതിനാൽ ഒരു ലളിതമായ നിയമം ഞാൻ പഠിച്ചിട്ടുണ്ട്: ഹൃദയം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ നാവ് തീരുമാനങ്ങൾ എടുക്കരുത്. ജീവിതത്തിൽ ഏറ്റവും ശക്തമായ വാചകങ്ങളിലൊന്നാണ്: ഇപ്പോൾ ഞാൻ ഈ സംഭാഷണം തുടരാൻ തയ്യാറല്ല. ഇത് ഓടി രക്ഷപ്പെടലല്ല,
ഇത് ഉത്തരവാദിത്വമാണ്. കാരണം നിങ്ങൾ മനസ്സിലാക്കുന്നു, ഇപ്പോഴത്തെ എൻ്റെ വികാരം എൻ്റെ മൂല്യങ്ങളെ പ്രതിനിധീകരിക്കുന്നില്ല. ഒരു നദി നോക്കൂ, അത് ഓരോ കല്ലിനോടും പൊരുതുന്നില്ല. തടസ്സം കണ്ടാൽ അത് വഴി മാറും, ചുറ്റിപ്പോകും, മുന്നോട്ടൊഴുകും. മനുഷ്യ ജീവിതത്തിലും അതുപോലെയാണ്. എല്ലാ പ്രതിരോധത്തിനും ശക്തിയായി ഇടിച്ചു കയറേണ്ടതില്ല. ചിലപ്പോൾ മുന്നോട്ട് പോകാനുള്ള ഏറ്റവും ബുദ്ധിപരമായ വഴി മാറുക എന്നതാണ്. ഇന്ന് രാവിലെ ആരെങ്കിലും ഒരു ബന്ധം, ഒരു തർക്കം, ഒരു അപമാനം അല്ലെങ്കിൽ ഒരു വിഷമുള്ള സാഹചര്യം മനസ്സിൽ കൊണ്ടിരിക്കാം. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങൾ സമാധാനം അന്വേഷിക്കുകയാണോ, അവസാന വാക്ക് അന്വേഷിക്കുകയാണോ? നിങ്ങൾ പരിഹാരം ആഗ്രഹിക്കുകയാണോ, പ്രതികാരം ആഗ്രഹിക്കുകയാണോ? നിങ്ങൾ ശരിയാകണമെന്നാണോ അല്ലെങ്കിൽ സ്വതന്ത്രനാകണമെന്നാണോ? ചിലപ്പോൾ നമ്മെ മോചിപ്പിക്കുന്നത് ഞാൻ ജയിച്ചു എന്ന വാചകമല്ല, ഞാൻ ഇനി ഈ മേശയിലിരിക്കേണ്ടതില്ല എന്ന തിരിച്ചറിവാണ്. അതിനാൽ ഇന്ന് നമുക്കൊരു പുതിയ കഴിവ് അഭ്യസിക്കാം. കോപം വരാതിരിക്കുക എന്നല്ല, നാം മനുഷ്യരാണ്. പക്ഷേ കോപം വന്നാലും അത് നമ്മുടെ സ്വഭാവത്തെ നിയന്ത്രിക്കാതിരിക്കുക. ഓർമ്മിക്കൂ, വാതിലടച്ചു പോകുന്നത് എളുപ്പമാണ്, ശപിച്ചു പോകുന്നത് എളുപ്പമാണ്, പ്രതികാരം ചെയ്തു പോകുന്നത് എളുപ്പമാണ്. പക്ഷേ ഏറ്റവും വലിയ ശക്തി പലപ്പോഴും ഇതിലാണ്. ശാന്തമായി എഴുന്നേറ്റ് സ്വന്തം മാന്യത കയ്യിൽ പിടിച്ച് കോപമില്ലാതെ മേശ വിട്ടുപോകാൻ പഠിക്കുക. കാരണം ചില ജയങ്ങൾ കയ്യടിയോടെ വരില്ല. അവ വരുന്നത് ഒരു നിശബ്ദ രാത്രിയിൽ മനസ്സ് പറയുമ്പോൾ, ഞാൻ എന്നെ നഷ്ടപ്പെടുത്താതെ ആ സാഹചര്യത്തിൽ നിന്ന് പുറത്തു വന്നു. നന്ദി. നിങ്ങളുടെ ഇന്നത്തെ ദിവസം കോപത്തിന് പകരം സമാധാനം തിരഞ്ഞെടുക്കുവാനുള്ള ശക്തി നൽകട്ടെ.